ഓക്കെ, വെൽക്കം എവറി വൺ. എല്ലാവർക്കും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും സെറ്റ് അല്ലേ? ഹാപ്പി അല്ലേ? എല്ലാവരും സെറ്റ്, ഹാപ്പിയാണ്. താങ്ക് യു. ഞാൻ ഇന്ന് ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങൾ എല്ലാവരും. ഞാനിന്ന് എങ്ങനെയാണ് ഹാപ്പി പറയേണ്ടതെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് നിങ്ങളുടെ സന്തോഷം ഷെയർ ചെയ്യേണ്ടതെന്ന് അറിയില്ല. രണ്ടല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. എനിക്ക് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂർ നേരം എൻ്റെ സന്തോഷത്തെ പറ്റി പറയാൻ തന്നെ ഉണ്ടാവും. അത്രയും സന്തോഷമുണ്ട്. എന്തെങ്കിലും 1-2 കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പം പറഞ്ഞുതരാം. ഒന്ന്, ഞാനിപ്പോൾ യൂട്യൂബ് വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് യൂട്യൂബ് ചാനൽ മുമ്പേ തുടങ്ങിയതല്ലാതെ യൂട്യൂബിലേക്ക് ശരിക്കുള്ള എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 30 ദിവസമായതേ, ഒരു മാസമായതേ ഉള്ളൂ. ഒറ്റ മാസം. അതിൽ 15 ദിവസം വെറുതെ എന്തോ ഇട്ടതാണ്. പ്രത്യേകിച്ചൊന്നും എൻ്റെ മനസ്സറിഞ്ഞിട്ട് ഇട്ടതൊന്നും അല്ലായിരുന്നു. മനസ്സുകൊണ്ട് അങ്ങനെ എല്ലാവരും കാണണം എന്ന് പറഞ്ഞിട്ടൊന്നും ഇട്ടതല്ലായിരുന്നു. 15 ദിവസമായി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ക്ലാസ് 50 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയുള്ള ക്ലാസ് കൃത്യമായി ഇടാൻ തുടങ്ങിയിട്ട് 15 ദിവസമായി. താങ്ക്സ് ഗോഡ്, താങ്ക്സ് ടു യുവർ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തലത്തിൽ നന്ദി പറയുകയാണ്. ഇന്ന് നമ്മുടെ 2 വീഡിയോസ് 10K 10,000 ആൾക്കാർ വാച്ച് ചെയ്തിരിക്കുന്നു. ബാക്കി എല്ലാ വീഡിയോസും ഇന്ന് രാവിലെ ഇട്ട വീഡിയോസ്, ഇന്നലത്തെ നമ്മുടെ ക്ലാസ്സിന്റെ വീഡിയോസ് ഇന്ന് 1000-ന് മുകളിൽ കവിഞ്ഞിരിക്കുന്നു. എന്താ പറയാ, യൂട്യൂബിൽ നിന്നൊക്കെ ഇത്രയും പ്രതികരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ നല്ല ആക്റ്റീവ് ആണെങ്കിലും മറ്റൊന്നും അത്രയും ശ്രദ്ധിക്കാറില്ല. എനിക്ക് എങ്ങനത് ഈ അത്രയും ആൾക്കാരോട് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷെ അത് മാത്രമല്ല, ഈ കണ്ടവരാരും വെറുതെ കാണുന്നില്ല. അവരെല്ലാവരും മിക്ക ആൾക്കാരും ഇന്ന് എനിക്ക് തോന്നുന്നത് 30-35 ആൾക്കാർ മെസ്സേജ് അയച്ചു നമ്മളെ അഡ്മിൻ നമ്പറിലേക്ക്. സാർ ചെയ്യുന്ന പരിപാടി ഇങ്ങനെയാണ്, വളരെ സന്തോഷമാണ്. പിന്നെ കോഴ്സിന് ചോദിച്ചുകൊണ്ടും ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു എൻക്വയറി വന്നത് ഞങ്ങളുടെ 3 അഡ്മിൻ നമ്പറുകളിലായിട്ട് ഒരു 70ഓളം എൻക്വയറീസും നന്ദിയുമാണ് ആൾക്കാർ പറഞ്ഞത്. അത് എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയാന്ന് അറിയില്ല. താങ്ക് യു വെരി മച്ച്. അത് നമ്മുടെ പ്രാർത്ഥനയുടെ, നമ്മൾ ചെയ്യുന്ന ദിനചര്യയുടെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു രീതിയിൽ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷന്റെ, നമ്മുടെ മൈൻഡ് മാസ്റ്ററിയുടെ ഒക്കെ പരിണിത ഫലമായിരിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾ ഓരോ ദിവസവും സപ്പോർട്ട്. ഇന്നതാ നമുക്ക് 51 ആള് കൂടി ലൈവ് ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് അത് ഏറെ സന്തോഷമാണ്. ഞാൻ ഇത്രയും കാലത്തെ പ്രയത്നത്തിന് സന്തോഷം. നിങ്ങളോട് എല്ലാവരും ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് നന്ദി പറയാണ് എന്നത്. ഇനി നിങ്ങൾ വീണ്ടും കൂടുതൽ കാണുക. ഇനി കുറേ ആൾക്കാർ, എൻ്റെ സുഹൃത്തുക്കളെ വീഡിയോ കാണുന്നുണ്ട്, യൂട്യൂബ് വീഡിയോ കാണുന്നുണ്ട്. അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. അഡ്മിൻ 2 പ്രാവശ്യം എന്നോട് പറയുന്നു, സാറേ സബ്സ്ക്രിപ്ഷൻ വേണ്ടത്ര ആയിട്ടില്ല. കാണുന്നവർ 60% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അതൊന്ന് സഹകരിക്കണം. ഒന്ന് ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇവിടെ ഉള്ളവരും ഒന്ന് പോയിട്ട്, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രിപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി ഒന്ന് പ്രസ് ചെയ്തേക്ക്. ഒരു ബെൽ ബട്ടണും അത് അമർത്തി വെച്ചേക്ക്. കാരണം എന്നാൽ രാവിലെ ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണും. പലർക്കും താങ്ക് യു. ഷുവറായിട്ടും ഞാൻ സന്തോഷം ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നൽകുന്ന സപ്പോർട്ടാണ് എൻ്റെ ഈ പ്രസരിപ്പിൻ്റെ പ്രധാന കാരണം എന്ന് പറയാൻ. ഞാൻ ഇപ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഞാൻ ശരിക്കും സിനിമ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല തലവേദനയായിരുന്നു. കാരണം സിനിമ പൊതുവെ ഉച്ചയ്ക്കൊക്കെ അങ്ങനെ സിനിമ പോയി കാണില്ല. വൈകിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ക്ലാസ് ഒഴിവാക്കിയിട്ട് സിനിമയ്ക്ക് പോകാൻ പറ്റില്ലാണ്ട് ഉച്ചയ്ക്ക് പോയത്. പിള്ളേർ പോകണമെന്ന് പറഞ്ഞ് കുറേ ദിവസമായി. അപ്പോൾ സിനിമയ്ക്ക് പോയി വന്നപ്പോൾ നല്ല തലവേദന. പക്ഷെ ഒന്ന് കുളിച്ച് വന്നതാ ഈ സാധനം എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചപ്പോൾ ആ സാധനം അങ്ങ് പറന്നു. നിങ്ങളെയും കൂടി കണ്ടപ്പോൾ തലവേദനയില്ല, ഒരു ഇതുമില്ല. അത്രയും എനർജറ്റിക് ആണ്. ഇനി നമുക്ക് താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു ദ യൂണിവേഴ്സ്. നമ്മുടെ പ്രാർത്ഥനയുടെ ഈ ലോ ഓഫ് അട്രാക്ഷന്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് മാനിഫെസ്റ്റേഷൻ പഠിപ്പിച്ചു തരാനുള്ളത് ഇത് തന്നെയാണ്. ഇങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത യൂട്യൂബിൽ 25,000 50,000 ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ്. താങ്ക് യു. അപ്പോൾ നമുക്ക് വിഷയം പോലെ നമ്മുടെ ഇന്നും നമുക്ക് തന്നിരിക്കുന്നത് മണിയെപ്പറ്റി തന്നെ പറയാനാണ്. പക്ഷെ നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ മണിയിൽ നിന്ന് മാറി മറ്റൊരു സബ്ജക്റ്റ് പറയാം, അല്ലേ? മണി മാത്രം നമ്മൾ പറഞ്ഞു, ഏകദേശം സെറ്റായി. ഇപ്പം നമുക്കിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുമ്പോൾ മണിയെ പറ്റിയിട്ടുള്ള കുറേ ആൾക്ക് ശൈലിയൊക്കെ ആ മണിയുടെ ഫീറൊക്കെ ഏകദേശം ഒന്ന് ഒഴിഞ്ഞു പോയി എന്നൊക്കെയാണ് പറഞ്ഞത്, കേട്ടിപ്പോൾ. അപ്പോൾ അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് മണിയെ പറ്റിയുള്ള ആ ഫീർ അങ്ങ് ഒഴിവായിട്ടുണ്ടാവും.
അതിനിയും കൂടുതൽ കൂടുതൽ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് അടുത്ത ആഴ്ച ലോ ഓഫ് അട്രാക്ഷനിൽ എങ്ങനെയാണ് നമ്മൾ പണം കൈവരിക്കുന്നത്, ആരോഗ്യം സമ്പാദിക്കുന്നത്, ബന്ധങ്ങളെ കണക്ട് ചെയ്യുന്നത്, അല്ലെ? ബന്ധങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബന്ധങ്ങൾ എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷനിൽ കുറച്ചും കൂടി ഇതാക്കുന്നത്, അങ്ങനെയെല്ലാം കൂടി ഒരാഴ്ച 2 ആഴ്ച നമുക്ക് ആ സബ്ജക്റ്റുമായിട്ട് മാനിഫെസ്റ്റേഷൻ കൃത്യമായിട്ട് മറ്റൊരു മാനിഫെസ്റ്റേഷൻ എടുക്കാം. അതല്ലേ, നിങ്ങൾക്കത് ഇഷ്ടമല്ലേ? എവറിബഡി ലൈക്ക് ഇറ്റ്? അല്ലെങ്കിൽ ഇതന്നെ നമ്മൾ പറഞ്ഞാൽ മതിയോ? റെഡി ആണെങ്കിൽ പറഞ്ഞോളൂ. ഹാപ്പി അല്ലേ? നെക്സ്റ്റ് വീക്ക് വേറെ ഇതിൽപ്പെട്ട് മറ്റേ സബ്ജക്ട് പറയല്ലേ നമ്മള്? അല്ലെങ്കിൽ ആവർത്തന വിരസത ഉണ്ടാവും അല്ലേ? എല്ലാം റെഡി ടൈപ്പ് റെഡി ടൈപ്പ് ചെയ്യൂ. കമോൺ. ഇന്ന് ഒരുപാട് ആൾക്കാർ എല്ലാം വരട്ടെ, എല്ലാവരും വരട്ടെ. നിങ്ങൾ ആരും ക്ഷീണത്തിലില്ലല്ലോ? ആർക്കൊന്ന് കൃത്യമായി ചമർന്നിരിക്കണം എന്നുണ്ടോ? ഒന്നും ബൂസ്റ്റപ്പ് ആവണമെന്നൊന്നുമില്ലല്ലോ? പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമൊന്നും ആർക്കും ഇല്ലല്ലോ? പാട്ട് കേൾക്കാനുള്ള സമയമല്ല കേട്ടോ നമ്മുടെ ഇപ്പോൾ. നമ്മളെ പ്രൈം ടൈമാണ് ജീവിതത്തിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ. പാട്ടൊക്കെ വേണം, ആസ്വദിക്കണം. എല്ലാ ദിവസവും പാട്ട് കേൾക്കണം. നിങ്ങൾക്ക് ഒരു ഐഡിയ കൂടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ സമയം എങ്ങനെയാണ് ഈ വെൽത്തുമായി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ബ്രെയിൻ വേവ്സിനെ ട്രിഗർ ചെയ്യുന്ന മ്യൂസിക് ഉണ്ട് കേട്ടോ. അതൊന്ന് പറഞ്ഞു പോവാം. നമ്മളെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് 2 എണ്ണം, കൂടുതൽ വരും. അതിന് പറയുന്നത് സിബ്ലിമൽ ഓഡിയോ എന്നാണ്. സിബ്ലിമൽ ഓഡിയോ നിങ്ങൾ സമയം കിട്ടുന്നത് നല്ല ഹെഡ്ഫോൺ വെച്ച് കേൾക്കണം. അത് നമ്മുടെ ന്യൂറോൺസിനെ വൈബ്രേറ്റ് ചെയ്യാൻ, നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസിനെ വൈബ്രേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ എളുപ്പം. ഹീലിങ്ങിനൊക്കെ ഏറ്റവും നല്ല ഒരു ഇതാണ്. സൗണ്ട് തെറാപ്പി എന്നാണ് അതിന് പറയുക ശരിക്കും. അത് യൂട്യൂബിലൊക്കെ കിട്ടും, നമ്മളെ ചാനലിലും ഉണ്ട്. അതൊന്ന് മണിക്കൂറുകൾ, ചിലപ്പോൾ അൺലിമിറ്റഡ് ടൈം ആയിരിക്കും, നേരം വിളിക്കുന്നവരെ കേട്ടോണ്ടിരിക്കാം. അപ്പോൾ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് വളരെ ചെറിയ വോയിസിൽ അത് സ്ഥിരം കേട്ട് കഴിഞ്ഞാൽ അത് നല്ല ബെനിഫിറ്റുള്ള സാധനമാണ്. ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഉറക്കം വളരെ കറക്റ്റായിരിക്കും. ഡീപ്പിലേക്ക് പോയി കറക്റ്റ് ടൈമിൽ നമ്മൾ തിരിച്ചു വരുന്ന ഒരു രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് വളരെ എഫക്റ്റീവാണെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് വേണ്ടവർക്ക് ചെയ്യാം. ഓക്കെ, അത് പക്ഷെ നല്ല ബ്ലൂടൂത്ത് ഉപയോഗിക്കണേ, അല്ലെങ്കിൽ നമുക്ക് ചെവി കേടാവും, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പറയുന്ന സബ്ജക്റ്റ് വീണ്ടും എന്താണ് വേണ്ടത്? ആ പേര് ശരിക്കും ഒന്ന് എഴുതി നോക്കി എല്ലാവരും. ഇന്ന് നമ്മൾ പറയുന്ന സബ്ജക്റ്റിന്റെ ശരിയായ പേര് ആ ക്യാപ്ഷൻ തന്നെ എഴുതണേ. എത്ര പേർക്ക് എഴുതാൻ പറ്റും നോക്കട്ടെ? കമോൺ. വെൽത്ത് എന്നല്ല കേട്ടോ, വെൽത്ത് ടോട്ടലാണ്. നമ്മൾ ഇന്ന് പറയുന്ന ആ പോർഷന് ഒരു പേര്. നമ്മൾ സ്ഥിരമായ ക്ലാസ്സിൽ ആ ഒരു എൻ്റെ കോഴ്സിനെ പറ്റി പറയാം. ആ കോഴ്സിന്റെ പേരാണ് പറഞ്ഞത്. എത്ര പേർക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു നോക്കി. ടൈപ്പ് ചെയ്തേ. കമാൺ. നല്ല ബ്രില്യൻ സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ, എക്സ്ട്രാ ബ്രില്യൻ സ്റ്റുഡൻസ് ഉണ്ട്. ഇല്ലല്ലേ? മണി, അതിന്റെ പേരാണ് മണി മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ ആലോചിച്ച് കുറെ സമയം കളയണ്ട. എന്താണ് അത് പറയാമെന്ന് വെച്ചാൽ മണി മാനിഫെസ്റ്റേഷൻ തന്നെയാണ് നമ്മൾ പറയുന്നത് ഇന്നും. കാരണം എന്തുകൊണ്ട് മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാവർക്കും ഒരു, നേരത്തെ നമ്മൾ പറഞ്ഞ വിഷയം തന്നെയാണ്, പക്ഷെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പറയുന്നു. വ്യത്യസ്തമായ 1-2 കാര്യങ്ങൾ കൂടി അതിൽ പറഞ്ഞു പോകണം എന്നുള്ളത് കൊണ്ടാണ്. റെഡിയല്ലേ? അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതാണ്, മണി മാനിഫെസ്റ്റേഷന്റെ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പാകപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. മണി ബോൾ എന്ന് പറയുന്ന നമ്മുടെ മണിയെ സ്വീകരിക്കാനുള്ള കഴിവിനെ കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. നമുക്കെല്ലാവർക്കും ഒരു മണി ബോൾ ഉണ്ട്. നമുക്കറിയാവോ അത്? എല്ലാവർക്കും ഒരു മണി ബോൾ ഉണ്ട്. ഒരു ബാങ്കിന് ഒരു മണി ബോൾ ഉണ്ട്. ഒരു സ്ഥാപനത്തിന് ഒരു മണി ബോൾ ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും ഒരു മണി ബോൾ എന്ന് പറയുന്ന സാധനമുണ്ട്. എന്താണ് ഈ മണി ബോൾ എന്ന് വെച്ചാൽ? നമ്മുടെ പെട്ടി തന്നെ, അല്ലെ? പണം നിറക്കാനുള്ള പെട്ടി. എത്ര വലിയ പെട്ടിയാണ് നമ്മളിൽ ഉള്ളത് എന്ന് പണ്ടൊരു കഥയുണ്ടായിരുന്നു. അതായത് അതിങ്ങനെയാണ്, മണിയുമായിട്ട് ബന്ധപ്പെട്ടല്ല, മറ്റൊരു കഥയാണ് പറയുന്നത്. ഒരു നാട്ടിൽ കുറേ കാലങ്ങളായിട്ട് മഴ പെയ്യുന്നില്ല. തീരെ മഴയില്ലാതെ ആ ഗ്രാമം തന്നെ വരണ്ടുണങ്ങിപ്പോയി. അങ്ങനെ രാജാവ് തീരുമാനിച്ചു, ഒരു യാഗം നടത്തി കളയാം. യാഗം നടത്തി മഴ പെയ്യിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഗംഭീര യാഗം തുടങ്ങി. എല്ലാവരും
യാഗത്തിന് പോയി നിന്നു. മഴ വരുന്നു വരുന്നു കാത്തിരുന്നു. യാഗം മുഴുവൻ കഴിഞ്ഞു. മഴയൊന്നും വന്നില്ല. അപ്പൊ എല്ലാവരും പുറത്ത് നിന്നിട്ട് ഇങ്ങനെ പറയാണ്, യാഗം നടത്തിയിട്ടും ഈ നാട് രക്ഷപ്പെട്ടില്ല, എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു കൊച്ചുകുട്ടി വീട്ടിൽ നിന്നും ഒരു കൊടയും എടുത്ത് പുറത്തിറങ്ങി. അപ്പൊ ആൾക്കാർ ചോദിച്ചു, നിനക്ക് എന്ത് വട്ടോടോ മോനെ ഇത്, നീ എന്തിനാ ഈ കാണിക്കുന്നത്? മഴയില്ല, മഴ കാലങ്ങളായിട്ട് പെയ്യാത്ത ഈ നാട്ടിൽ എന്തിനാണ് കുട കൊണ്ടു നടക്കുന്നത്? എന്താണ് അതിന്റെ ആവശ്യം എന്നെല്ലാവരും അവനെ കളിയാക്കി. ലോകം മൊത്തം കളിയാക്കി. പക്ഷെ അവനൊന്നും കൂഷാതെ ഇതെടുത്തിട്ട് പോയി. ബാക്കി എല്ലാവരും കുടയില്ലാതെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ അങ്ങ് പെയ്തു. ഈ കുട്ടി മാത്രം കൊട എടുത്തിട്ട് നടന്നു. ബാക്കി എല്ലാവരും മഴയത്ത് നനഞ്ഞു എന്നുള്ളതാണ് കഥ. ഇതിനകത്തുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. മണിയെ പറ്റിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. യെസ്, ദാറ്റ്സ് ഇറ്റ്സ് ജയപ്രകാശ്. ഇറ്റ്സ് എ ബിലീഫാണ്. നമ്മൾ എന്തിൽ വിശ്വസിക്കുന്നു. ആ പയ്യൻ അറിഞ്ഞു മഴ പെയ്യുമെന്ന് അവൻ പൂർണ്ണമായി വിശ്വസിച്ചു. അവൻ അതിനുവേണ്ടി പ്രിക്കോഷൻസ് എടുത്തു. ഈ ഒരു രീതി എത്ര പേർക്ക് എന്നോട് ഇപ്പൊ ഇന്ന് മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിന് ചേരണമെന്ന് മെസ്സേജ് അയച്ച്, നമുക്ക് അഡ്മിനിലേക്ക് മെസ്സേജ് അയച്ച് എന്നോട് കണക്ട് ചെയ്തത് 12 പേരാണ്. ബിലീവ് ദാറ്റ്. പക്ഷെ 12 പേരും പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്, സാറേ മണി മാനിഫെസ്റ്റേഷൻ വേണം, പക്ഷെ കോഴ്സിന് ഫീസ് തരാൻ പൈസയില്ല. ഞാൻ ആ പൈസയെ പറ്റിയല്ല, എനിക്ക് തരാനുള്ള പൈസയെ പറ്റി അല്ല ആലോചിക്കുന്നത്. മണി വേണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ തൊട്ട നിമിഷത്തിൽ പറയുന്നത് ഇല്ല എന്നാണ്. അപ്പോഴെന്തായിരിക്കും സംഭവിക്കുന്നത്? വാട്ട് വിൽ ഹാപ്പൻ? അത്രമാത്രം. നിങ്ങൾ എനിക്ക് കോഴ്സിന് എത്ര പൈസ തരുന്നു മറ്റൊരു കാര്യമാണ്. അത് നമ്മുടെ വേറൊരു, ഞങ്ങളിനോട് പറഞ്ഞു നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തോളൂ, അവരോട് സംസാരിച്ചോളൂ, കോഴ്സിനെ പറ്റി സംസാരിച്ചൊക്കെ ചെയ്തോളൂ. പക്ഷെ നിങ്ങൾ തൊട്ടടുത്ത് പറയുന്നത് എന്താണ്? ഐ ഡോണ്ട് ഹാവ് മണി. ഞാൻ മണി മാനിഫെസ്റ്റേഷന് പോവുകയാണ്. അതായത് മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് യാഗം നടത്തുകയാണ് ഞാൻ. എന്നിട്ടും പറയുന്ന മഴ പെയ്യില്ല. പെയ്താലല്ലേ കുട വേണ്ടു. നിങ്ങൾ പാല് മേടിക്കാൻ, ഞാൻ പലപ്പോഴും പറയാറില്ല, പാല് മേടിക്കാൻ പോവാണ് കുടമെടുക്കാതെ. എന്തേ? പാല് കിട്ടിയാലല്ലേ കുടം വേണ്ടു. നടക്കുവോ? പാല് മേടിക്കാൻ പറ്റുമോ? അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, പണം നിങ്ങളിൽ ഉണ്ടോ ഇല്ലയോ എന്നതല്ല അവിടുത്തെ വിഷയം. ദാറ്റ് ഈസ് സെക്കൻഡറി. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? എൻ്റെ ഇല്ല ഇല്ല, പിന്നെ എങ്ങനെയാണ് ഇത് വരിക? അതാണ് മണി ബോൾ. മണി ബോൾ എന്ന് പറയുന്ന സാധനം നിങ്ങൾ കരുതില്ല, നിങ്ങളുടെ കയ്യിലില്ല. ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളിൽ മണി ഇല്ലാത്തത്. മണി ബോൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അതില്ല, അത് മണി ബോളേ നിങ്ങളിലില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിനകത്തേക്ക് തുട്ടുകൾ വരിക? എങ്ങനെയാണ് ഇതിനകത്ത് പൈസ വരിക? ബാങ്ക് അക്കൗണ്ടേ തുടങ്ങിയിട്ടില്ല, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടേ ഇല്ല, പിന്നെ എങ്ങനെയാണ് ബാങ്കിൽ പൈസ വരിക? ബാങ്കിൽ പൈസ വരും, പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ശ്രദ്ധിക്കാം, ഞാൻ പറഞ്ഞ ആ ഫണ്ടമെന്റൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്ത ഒരാൾക്ക് ബാങ്കിൽ അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും ആക്കി അങ്ങ് ചെയ്യുകയാണ്, തലകുത്തി മറിയാണ്. ഇന്നൊരു സഹോദരി പറഞ്ഞതാണ്, സാറേ 6 വർഷമായി ഈ പരിപാടി മൊത്തം തുടങ്ങിയിട്ടും 10 പൈസ വരുന്ന പരിപാടി ഇല്ലാന്ന്. നമ്മൾ പൊന്നു സഹോദരി വിട്ടേക്ക് തന്നെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ, ഒരു ആക്ഷനും എടുത്തില്ല. ഈ ഇരുന്ന് എഴുതിയാലൊന്നും വരില്ല കേട്ടോ. അങ്ങനെയൊന്നും മാജിക്ക് നിങ്ങൾ എവിടെ പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ സോറി ടു സേ ദിസ്, ഞാൻ ഇതൊക്കെ വായിച്ച് ഇത്രയും നോളജ് കളക്ട് ചെയ്ത് ഇതിലും പറയാണ്, അങ്ങനെയൊന്നും ഒരു സാധനം വർക്ക് ചെയ്യില്ല കേട്ടോ. ലോട്ടറി നിങ്ങൾക്ക് അടിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ലോട്ടറി എടുക്കുക തന്നെ വേണം. എടുത്താലും പോരാ, നിങ്ങൾക്ക് കിട്ടുമെന്ന് വിശ്വസിക്കണം. ഇതല്ലാതെ എനിക്ക് ലോട്ടറി അടിക്കണം, ലോട്ടറി ടിക്കറ്റ് എടുക്കില്ല, എടുത്താൽ കിട്ടുമെന്ന് വിശ്വസിക്കുമില്ല. ദാറ്റ്സ് നോട്ട് വർക്ക്. ഇറ്റ്സ് നോട്ട് എ മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ആക്ഷൻ ആണ്. പക്ഷെ നമുക്ക് അവിടെ അലൈൻമെന്റ്സ് ഓഫ് അവർ എനർജി ആണ് പ്രധാനം. മാനിഫെസ്റ്റേഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ എനർജിയെ കൃത്യമായി അലൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. ഈ അലൈൻമെന്റ്സ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം വർക്ക് ചെയ്യും. ഈ അലൈൻമെന്റ്സിന് മാത്രമാണ് വിഷയം. അതിനാണ് നമ്മൾ കുറേ സാധനാ കർമ്മങ്ങളും നമ്മുടെ കുറേ ദിനചര്യകളുടെ സിസ്റ്റംസും ഒക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഈ അലൈൻമെന്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ രാവിലെ എഴുന്നേക്കുന്നു, വൈകിട്ട് ഉറങ്ങുന്നു, അതിനിടയിൽ പണം വേണം വേണം എന്ന് ആഗ്രഹമുണ്ടോ? തൊട്ടടുത്ത് പറയും എൻ്റെ ഇല്ല, പിന്നെ എങ്ങനെയാണ് വരിക? ഇല്ല 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ മാറ്റമുണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഹമ്പിളായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്,
നിങ്ങൾ ഇന്നലെ എടുത്ത പ്രതിജ്ഞ പോലെ ഇല്ല, അല്ല, പറ്റില്ല, വേണ്ട, കിട്ടില്ല, ഇങ്ങനെയുള്ള ഇല്ലകൾ ആദ്യം എടുത്തിട്ട് കളയൂ. സമയം വരുമ്പോൾ നിങ്ങൾ കാശ് വരും, അത് വേറെ കാര്യമാണ്. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ കയ്യിൽ കാശുണ്ട്. കാശില്ലാത്തവരാരും ഇന്ന് കേരളത്തിൽ ഇല്ല, എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഇല്ല എന്ന് തോന്നുകയാണ് നമുക്ക്. മറ്റെല്ലാ സംസ്ഥാനത്തെ പറ്റി ഞാൻ വേറെ രീതിയിൽ പറയാം. പക്ഷെ കേരളത്തിൽ എല്ലാവർക്കും ഉണ്ട്. പണിയെടുത്താൽ കാശ് കിട്ടാത്ത ഒരു മനുഷ്യനുമില്ല. രാവിലെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോൾ ജസ്റ്റ് പോയി എവിടെയെങ്കിലുമൊക്കെ കറങ്ങിയോ ചെറിയ പണിയെടുത്താൽ 1000 രൂപ എല്ലാവർക്കും കിട്ടും. കിട്ടാത്തവരുണ്ടെന്ന് പറയാം. സാർ ഞാൻ പണിയെടുത്ത് രാവിലെ തൊട്ട് വൈകിട്ടാണ് പണിത്, എനിക്ക് 10 പൈസ കിട്ടുന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരാൾ പറയും സാർ എനിക്ക് കിട്ടുന്നേ ഇല്ല. എന്നാൽ പിന്നെ കേരളത്തിൽ ഇത്രയും ബംഗാളികൾ വന്ന് പണിയെടുക്കും. ഞാൻ പറഞ്ഞു വന്നത് അവർ പണിയെടുക്കുന്നതിനെ പറ്റിയോ നമ്മൾ പണിയെടുക്കാത്തതിനെ പറ്റിയല്ല. ദർ വിൽ ബി ബിലീഫ് സിസ്റ്റം. റീൽസും കണ്ട് ന്യൂസ് മുഴുവൻ കണ്ട് അതിലിരിക്കുന്ന ഒമിറ്റ് ചെയ്യുന്ന നെഗറ്റീവിനെ മുഴുവൻ പേറി സോറി ഇത്തരം കഥകൾ ഞാൻ അങ്ങനെ പറയല്ല. നിങ്ങൾ മാറ്റം ഉണ്ടാവണമെന്ന് പറഞ്ഞ് ഞാൻ അനുഭവിച്ചു വന്നെന്ന് പറയാണ്. ഒരു സഹോദരൻ എന്നോട് കഴിഞ്ഞ ആഴ്ച വലിയ എന്താ പറയാ എന്നോട് വിളിച്ചിട്ട് ഷൗട്ട് ചെയ്തു. വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ എഴുതിയ ഒരു ആർട്ടിക്കിൾ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാനൊരു വാരിക ചോദിച്ചു. ആ വാരികക്ക് ഞാൻ സ്ഥിരം പങ്ക്തിയായിട്ട് എഴുതി കൊടുക്കുന്ന സാധനമാണ്. ഞാൻ നോർമലി നമ്മുടെ ലക്ഷ്യത്തെ പറ്റിയും ഭാവനയെ പറ്റിയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ വാരികയുടെ അന്തസത്ത് ഏതോ പ്രസ്ഥാനത്തിന്റെ ആണ് പോലും, ഏതോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് പോലും, എനിക്കറിയില്ല. ഞാൻ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സാർ എന്തിനാണ് അതിൽ പോയി എഴുതുന്നത്? ഞാൻ പറഞ്ഞു എന്റെ സഹോദരൻ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഇപ്പൊ എഴുതി തരും. എനിക്കതിൽ യാതൊരു തർക്കവും. അത് ഏത് രാഷ്ട്രീയമാണോ ഏത് രാഷ്ട്രീയമല്ലേ ഇതൊന്നും എന്നെ സംബന്ധിച്ച വിഷയമല്ല. ഏത് മതമാണ്, എനിക്ക് മതവും ഒന്നാണ്, രാഷ്ട്രീയം ഒന്നാണ്, എല്ലാം ഒന്നാണ്. പുള്ളി പറഞ്ഞു, ഞാൻ അവസാനം കൂപ്പയ്യോട് പറഞ്ഞു സോറി നിങ്ങൾ കേൾക്കണം. പുള്ളി ഇന്ന് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ സബ്ജക്റ്റിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ടതിൽ ഫോക്കസ് ചെയ്യണം. നമുക്ക് എന്താണോ ആവശ്യം അതിൽ ഫോക്കസ് ചെയ്ത് അത് നേടാനുള്ള പ്രവർത്തനം നമ്മൾ ചെയ്യണം. അല്ലാതെ വെറുതെ ഇരുന്നാൽ നമുക്ക് അതിന് ചെയ്യാനുള്ള കുറേ അലൈൻമെന്റ്സുകൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇതാണ് പറഞ്ഞത്. ഇതിന് നമ്മൾ ചെയ്യുന്ന സാധനാ കർമ്മങ്ങളൊക്കെയാണ് ഞാൻ ശരിക്കും മാനിഫെസ്റ്റേഷൻ. അത് ഇതൊക്കെ സിസ്റ്റംസ് എന്നൊരു പേര് പറഞ്ഞ് മോർണിംഗ് ചെയ്യേണ്ടത്, ആഫ്റ്റർനൂൺ ചെയ്യേണ്ടത്, നമ്മുടെ തോട്ട്സിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെയാണ് മണി മാനിഫെസ്റ്റേഷന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എങ്ങനെയൊക്കെയാണ് ഒരാൾക്ക് കാശുണ്ടാക്കാൻ പറ്റുക? ഞാൻ ഇന്നലെ 2 ആൾ വന്നപ്പോൾ പറഞ്ഞിരുന്നു, നിങ്ങൾ ചെയ്യുന്ന അതേ കാര്യത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയ അതിവിപുലമായി നടക്കുന്ന കാര്യമാണ്. പലർക്കും അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്ന് നമ്മൾ കാണുന്നതും ഇരിക്കുന്നതും സോഷ്യൽ മീഡിയ. ഇതിന് നമുക്കതിനെ നമ്മളുടെ ഒരു ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ ഒരു ബിസിനസ്സിനെ എങ്ങനെ നല്ല രീതിയിൽ ആൾക്കാരിൽ എത്തിക്കാൻ പറ്റും, ഇതൊന്ന് റിസർച്ച് ചെയ്യണം. അപ്പൊ പലർക്കും എത്താൻ പറ്റും. അതിലൂടെ നമുക്ക് ഒരുപാട് കാശുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ടെക്നിക്സുകൾ നമുക്കൊരു ക്ലയന്റ് ഉണ്ട്. അവര് ടെക്സ്റ്റൈൽ അല്ല, ഈ സാരികളൊക്കെ മേടിച്ചു കൊടുക്കുന്ന സാരികളൊക്കെ അല്ലേ നിങ്ങൾക്ക് പറയുന്ന, അവര് ചെയ്യാൻ തുടങ്ങി കുറച്ചായിട്ടില്ല. പക്ഷെ ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് പിടിയില്ല. ഇപ്പൊ പറയുന്നു അടിപൊളി ബിസിനസ്സാണ്. കാരണം അവർ ഇത്രയും വലിയ കാര്യം ചെയ്തില്ല. കുറച്ച് വാട്സപ്പിൽ കുറച്ച് പരിപാടികൾ തുടങ്ങി, ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പരിപാടികൾ തുടങ്ങി, ഫേസ്ബുക്കിൽ കുറച്ച് പരിപാടി തുടങ്ങി. ഇപ്പൊ വീട്ടിലിരിക്കുമ്പോൾ രാവിലെ ഒരു പോസ്റ്റ്, ഉച്ചയ്ക്ക് ഒരു പോസ്റ്റ്, വൈകിട്ടൊരു പോസ്റ്റ്. ആൾക്കാർ ഡിസൈൻ കണ്ടപ്പോൾ ആൾക്കാർ വാങ്ങിക്കും. സാരി കാണുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സഹോദരിമാർക്കൊക്കെ ഇളക്കമുണ്ടല്ലേ, ഒരു സാരി കിട്ടിയാൽ നല്ല പ്രൈസ് കിട്ടിയാൽ നിങ്ങൾ ഇപ്പം മേടിക്കും അല്ലേ? സ്വാഭാവികമാണ്. ഞാനിപ്പോൾ ഒരു കോട്ട് കിട്ടിയാൽ നല്ലൊരു കോട്ട് കിട്ടിയപ്പോൾ ഇത് ഞാൻ പുറത്ത് പോയപ്പോൾ ഇപ്പോൾ വൈഫ് പറഞ്ഞു, ചേട്ടാ നമുക്ക് അകത്തെ 2 ടീഷർട്ട് വാങ്ങിച്ചു. അപ്പൊ ഇത് സ്വാഭാവികം നമ്മൾ വാങ്ങിക്കും. അതങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇത് കിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് ചെറിയ കാര്യങ്ങൾ നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്തെടുക്ക് കാശുണ്ടാക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം. പക്ഷെ ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്നത് ഇതിനെല്ലാത്തിനും, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് എല്ലാത്തിനും ഒരു സ്പിരിച്വൽ കണക്ടിവിറ്റി വേണം. അതായത് നമ്മുടെ ഒറിജിനലുമായി കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റണം. സത്യസന്ധമായിരിക്കണം. സത്യസന്ധമായി ചെയ്യാത്ത ഒരു പരിപാടിയും ലോങ് ലൈഫ് പോവില്ല. സത്യസന്ധതയ്ക്ക് അത്രയും പ്രത്യേകത. എന്താണ് സത്യസന്ധത? അപ്പൊ അത് ശ്രദ്ധിക്കണം. എന്താണ് ഈ സത്യസന്ധത? ഞാൻ ഇവിടെ നിന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുന്നതാണോ സത്യസന്ധത എന്ന് പറയുന്നത്? അല്ല, ഞാൻ വിശ്വസിക്കുന്നതാണോ സത്യസന്ധത? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സത്യസന്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റൂ. നാളെ അത് കറക്റ്റായിരിക്കണം എന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഇത് ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു ബിസിനസ്സുകാരനാണെന്ന് എഴുതിക്കോ.
ബിസിനസ്സുകാരൻ്റെ മെയിൻ മോട്ടീവ് എന്താണ്? അവൻ രണ്ട് മോട്ടീവാണ് ഒരു ബിസിനസ്സുകാരനുള്ളത്. ഒന്ന്, അവൻ മാക്സിമം പ്രോഫിറ്റബിൾ ഉണ്ടാക്കണം. അതുപോലെ അവൻ സമൂഹത്തിന് ഒരു സൊല്യൂഷൻ കൊടുക്കണം. അതാണല്ലോ അവൻ ബിസിനസ് ഉണ്ടാക്കുന്നത്. സമൂഹത്തിന്റെ ഒരു വിഷയത്തിന്മേൽ ഒരു സൊല്യൂഷൻ നൽകുകയും അതിൽ നിന്നും കാശുണ്ടാക്കാനും പറ്റുന്നതാണ് ബിസിനസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ബിസിനസ് നിർവചിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഞാനിപ്പോൾ നിങ്ങൾക്ക് നൽകുന്നത് എന്താണ്? എൻ്റെ ഒരു ബിസിനസ് അതൊരു പാഷനായിരിക്കും. നിങ്ങളുടെ ഒരു കേൾവിക്കാരുടെ ഒരു വിഷയം, ഈ ഇതുമായിട്ട് ബന്ധം അറിയാനുള്ള ഒരു ത്വര, അതിനെ ഞാൻ നിങ്ങൾ സൊല്യൂഷൻ ചെയ്തു തരുന്നു. നിങ്ങൾ പകരമായിട്ട് എനിക്ക് കാശ്. ഇതാണ് ഇതിനകത്ത് നടക്കുന്ന സിസ്റ്റം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടല്ലെങ്കിൽ, വെറും ഒരു ഗിമിക്ക് പരിപാടിയാണെങ്കിൽ എത്ര കാലം നടന്നു പോകുക സാധനം? ഒരു ടൈം കഴിയുമ്പോൾ ആ ക്ലയൻസ്, ഇപ്പോൾ നമ്മളൊരു സാധാരണ ബിസിനസ്സൊക്കെ ഒരു ലോക്കാലിറ്റി ഏരിയയിൽ നിൽക്കുന്നതാണ്, അല്ലെ, നാട്ടിൻ പ്രദേശത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഗ്രാമത്തിൽ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. 1-2 പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ അവരായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ആ ബിസിനസ് പുറകിലോട്ട് പോകും. അപ്പം നമ്മൾ ലോയൽ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ, ബിസിനസ്സുമായി നല്ല നമ്മുടെ എന്താ പറയുക, ഒരു ആത്മീയ രീതിയിലാണ്, ഒരു കളങ്കമില്ലാത്ത സത്യസന്ധമായി ചെയ്യുന്നതെങ്കിൽ നമുക്കത് കൂടുതൽ പോകും. പക്ഷെ സത്യസന്ധത എന്ന് പറയുന്നതിൻ്റെ അർത്ഥം 10 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 10 രൂപ കൊടുക്കുകയല്ല സത്യസന്ധത. അങ്ങനെയല്ല ബിസിനസ്സിൻ്റെ ഏത് പരിപാടിയുടെയും. നമുക്കൊരു നോമിനലായിട്ടുള്ള ഒരു മാർജിൻ വെച്ചുകൊണ്ട് മറ്റവനും ഒരു ഉപകാരം കിട്ടുന്ന രീതിയിൽ ഒരു റീസണബിൾ രീതിയിൽ സെല്ല് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ സത്യസന്ധമായ അവസ്ഥ. പക്ഷെ അവിടെ കളങ്കം കാണിക്കരുത്, അവിടെ ചീറ്റ് ചെയ്യരുത്, ഇങ്ങനെ ഒരു പരിപാടിയൊന്നും ചെയ്യാതെ പോവുക. ഇതൊക്കെയാണ് ഞാൻ ഈ മാനിഫെസ്റ്റേഷനിൽ കൃത്യമായി പ്ലാൻ ചെയ്തു പോകുന്നത്. ഞാൻ എന്തിനാണ് ഇത്രയും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പലരും ആൾക്കാർ റിപ്പീറ്റഡ് എന്നോട് ചോദിക്കുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാരോട് പറയേണ്ട ഓരോ രീതി എനിക്കവിടെ കോമൺ ആയിട്ട് പറഞ്ഞതേ നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നവർ. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയത്, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മണി ബൗളിനെ വലുതാക്കണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എനിക്കുള്ള മണി ബോള്, എനിക്ക് കുറച്ച് കാലം മുമ്പ് ഞാൻ കൊടുത്ത് എൻ്റെ സാധാരണ മണി ബോളിനെ ഞാനിപ്പോൾ ഒരു 10 കോടി എന്ന് പറഞ്ഞാൽ എനിക്ക് അക്സെപ്റ്റബിൾ അല്ല. ഒറ്റയടിക്ക് 10 കോടി അക്സെപ്റ്റബിൾ അല്ലാത്തൊരു കാലം. ഞാൻ പതുക്കെ ഇത് കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പം 100 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അക്സെപ്റ്റബിൾ ആണ്. ആ അക്സെപ്റ്റബിൾ എമൗണ്ട് എത്രയാണോ നമുക്ക്, അതാണ് നമ്മുടെ മണി ബോൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, വേണമെങ്കിൽ ജസ്റ്റ് ആവശ്യം തീർക്കാം. ഇതിനു മുമ്പ് നമ്മൾ ചെയ്താണ്, വേണമെങ്കിൽ ഒന്നുകൂടി നോക്കാം. ഇപ്പം ഇത്രയും ആൾക്കാരിലേക്ക് നോക്കാം നിങ്ങളുടെ മണി ബോളത്തെ. സത്യസന്ധമായിട്ട് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് സാധാരണക്കാരെ മാത്രം എടുക്കാം. ഞാനിപ്പോൾ വലിയ ഫിഗറിലേക്ക് പോകുന്നില്ല കേട്ടോ, വലിയ കോടികളിലേക്ക് പോകുന്നില്ല. ഒരു 2 കോടി രൂപ നിങ്ങളുടെ ബാങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 കോടി സമ്പാദ്യം എന്ന് പറയുന്നില്ല, ഞാൻ ബാങ്ക് അക്കൗണ്ട് തന്നെ പറയാം, കറൻസി ആയിട്ട് പറയാം. 2 കോടി രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ട് എന്ന് കരുതുക. ഇപ്പോൾ എല്ലാവരും 2 കോടി രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപമായിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഒന്ന് കരുതലോ. എല്ലാവരെയും 2 കോടി രൂപ നിങ്ങളുടെ ബാങ്ക്, ആ ബാങ്ക് നിങ്ങളുടെ പാസ്ബുക്ക് അല്ലേ. ഇവിടെ അക്കൗണ്ട് ഇല്ലാത്തവരാരും ഇല്ലല്ലോ അല്ലേ? ബാങ്ക് അക്കൗണ്ട് എല്ലാവർക്കും ഉണ്ടല്ലോ, ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ കേരളത്തിൽ ഇപ്പോൾ എന്തായാലും ഉണ്ടാവും, കാരണം പല ഫണ്ടുകൾ വരുന്നുണ്ടാവും. ആ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ 2 കോടി രൂപ എഴുതിയ ഒരു ഫിഗർ ഒന്ന് കണ്ടു നോക്കിയ, മനസ്സിലൊന്ന് കണ്ടു നോക്കിയ, കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു ഫിയർ, ഒരു ഭയം, അല്ലെങ്കിൽ അൺഎക്സ്പെക്ടേഷൻ, ഇത് എനിക്കങ്ങനെ വരാൻ സാധ്യതയില്ലോ, വരില്ല, കിട്ടില്ല എന്നുള്ള ഒരു അൺഎക്സ്പെക്ടേഷനും ഒരു ഫിയറും ഉണ്ട് എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: 1 മുതൽ 10 വരെയുള്ള ഒരു സ്കെയിൽ എടുക്കുക. അതിൽ നിങ്ങൾക്ക് ഏത് നമ്പറുമായിട്ടാണ് ഈ ഒരു ഭയത്തെ നിങ്ങൾ കണക്ട് ചെയ്യുന്നത് നോക്കുക. 1 മുതൽ 10 വരെയുള്ള ഗ്രാഫ്. ഇനി നിങ്ങൾ ആ ഒരു ഗ്രാഫ് ഒന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത്, നിങ്ങൾക്ക് ഓരോ ആൾക്കും കിട്ടിയ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യും. യെസ്, പോരട്ടെ. ഒന്ന്. യെസ് യെസ്, പെട്ടെന്നാട്ടെ. ഇത് യൂട്യൂബ് വീഡിയോ കാണുന്നവരും ബാധകമാണ്. നിങ്ങൾ ഇപ്പോൾ ഇത് പോസ്റ്റ് ചെയ്ത് നിർത്തിയിട്ട് മുമ്പിലോട്ട് വെക്കാം.
സാർ അങ്ങനെ ഞാൻ ഫിയർ ഉണ്ടോ എന്ന് രജി സാർ ചോദിച്ചില്ല. ഞാൻ ഈ മെഷർമെന്റ് ആണ് ചോദിച്ചത്. ഇത് മാത്രമേ ഉള്ളൂ. ഇത് ഫിയർ നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ട. ഫിയർ ഇല്ലാതെ ഒരാളുണ്ടാവില്ല. 2 കോടിയുടെ ഫിയർ ഇല്ലാതെ മാത്രമായിരിക്കും നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവും. യെസ് 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 യെസ്. ഓക്കെ, കമോ. എല്ലാവരും ബാക്കിയുള്ളവർ സൈലന്റ് ആണ്, കുറച്ച് ഫാസ്റ്റ് സ്ലോ ആണ് ആൾക്കാർ, ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും. നിങ്ങൾ ഇത് എപ്പോഴും ശ്രദ്ധിച്ചു നോക്കണം. ഇതിനെ ഓരോ ആഴ്ചയിലൂടെ പ്രോസസ്, ഓരോ ആഴ്ചയും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഏത് ലെവലിൽ വരുന്നു എന്ന് നോക്കി കഴിഞ്ഞാൽ മാത്രമാണ് മണിയുടെ ബോൾ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഞങ്ങളതിന് ഒരു മെഡിറ്റേഷൻ ഉണ്ട്, മണി ബോൾ എക്സ്പാൻഷൻ, ഒരു മെഡിറ്റേഷൻ, മണി മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ. അതിൽ ചെയ്യുന്നത് നമ്മൾ ഈ ബോൾ എത്രയുണ്ടെന്ന് ആദ്യം അനലൈസ് ചെയ്യും. എന്നിട്ട് ആ ബോളിനെ പതുക്കെ 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 നമ്മുടെ ഈ ശ്വാസം നിറച്ചിട്ട് ഹൃദയം വലുതാക്കൂലേ, ഇതേപോലെ വലുതാക്കി 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 കൊണ്ടുവരുന്ന പ്രോസസ്സ്. ഡെയിലി എക്സസൈസ് ആണ് അത്. 90 ഡേയ്സ് ചെയ്യും. 90 ഡേയ്സ് സെയിം പ്രോസസ്സ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും എത്രയാണ് നമുക്ക് ആവേണ്ടതെന്നുള്ള ഒരു കണ്ടീഷൻ, ഇന്റൻഷൻ വെക്കും. എന്നിട്ട് 90 ഡേയ്സ് കൊണ്ട് അവിടേക്ക് വളർത്തിക്കൊണ്ടുവരും. ഇങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നതാണ് ഞാനൊക്കെ, അങ്ങനെയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ എക്സസൈസ് മെഡിറ്റേഷൻ ആണത്. മെഡിറ്റേഷൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്കിത് കൂട്ടാൻ പറ്റുക. നമുക്ക് ഇവിടെ ഞാൻ പറയാം, 1 to 10-ൽ 6-ൽ ബിലോ 5-ൽ ബിലോ ആണെങ്കിൽ നിങ്ങൾ ഓക്കെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. യു ആക്സെപ്റ്റബിൾ. 1-ഉം 2-ഉം ഒക്കെ വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവുള്ളൂ. അത് നമുക്കൊരു സ്കെയിൽ എടുക്കുമ്പോൾ 1-ഉം 2-ഉം ഒക്കെ വളരെ റെയർ ആയിട്ടുണ്ടാവുള്ളൂ. 5-ന്റെ എബോ ആണെങ്കിൽ, 5 to 10 ആണെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കണം. നിങ്ങൾക്ക് ഒറ്റ പൈസ കയ്യിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കിട്ടിയാൽ തന്നെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് ചെയ്യുന്ന കുറച്ച് ക്രിയകളുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്തിട്ട് നിങ്ങളതിനെ കൂട്ടിക്കൊണ്ടുവരണം. അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് അതായത് ഇതിങ്ങനെയാണ് വരുന്നത്. 5-ന് താഴെയാണ്, 5-ന് മുകളിലാണെങ്കിൽ വരവിനേക്കാളും കൂടുതൽ ചെലവായിരിക്കും. 5-ന് താഴെയാണെങ്കിൽ നിങ്ങൾ 5-ഒക്കെയാണ് ഈക്വൽ ആണ്, വരവും ചെലവും ഒക്കെയാണ്. 5-ന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ടാവും. ഇതാണ് ഇതിന്റെ ഒരു മെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗം. ഇത് ഇത്രയും ശ്രദ്ധിക്കുക. മറ്റേ കൂട്ടേണ്ട കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു തരണോ? എങ്ങനെയാണ് കൂട്ടുക ഇപ്പൊ പറഞ്ഞു തരണോ? വേണ്ടല്ലോ അല്ലേ? അതല്ലേ എൻ്റെ ക്ലാസ്. ഞാൻ ഇപ്പൊ പറഞ്ഞാലോ എനിക്ക് എന്റെ കൂടുവോ? എന്റെ കൂടണ്ടേ അല്ലേ? യെസ്, രമ കൈവച്ചു. യെസ്, ഇപ്പൊ പറഞ്ഞു തരില്ല. അപ്പൊ പിന്നെ എനിക്കിതോടെ കൂടും. അപ്പൊ പിന്നെ എന്റെ ഫിയർ കൂടുമല്ലേ? പിന്നെ നിങ്ങൾക്ക് പറഞ്ഞത് പിന്നെ എന്റെ ഓരോ നിമിഷം എന്റെ ഫിയറിങ്ങാ കൂടുന്നത്. അതുകൊണ്ടാ എനിക്ക് ബാക്കിയുള്ള ഇതും പിടിച്ചിട്ട് ഇവിടെ ഞാൻ ഈ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് വിറ്റിട്ട് വേണം എന്റെ 2-3 പിള്ളേർ ജീവിക്കാനായിട്ട്. അവർക്കും വേണ്ടേ അല്ലേ? സ്വാഭാവികല്ലേ? സ്വാഭാവികമാണ്. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു. അപ്പം ഞാന് ഇതിൽ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ പറഞ്ഞു പോകാം. അത് നിങ്ങൾ പറയാതിരിക്കാൻ പാടില്ല. പറയണം പറഞ്ഞിട്ട് നിങ്ങൾ അറിയണം 1-2 കാര്യങ്ങൾ. യെസ്, അത് തന്നെ. ലക്ഷ്മീഷൻ ആ നമ്പർ 6 ഇട്ടപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തു. നിങ്ങൾ 6 ഇട്ടത് ഞാൻ കണ്ടു. എക്സ്പെക്ട് ചെയ്ത് 1000 കിട്ടുമ്പോൾ 10,000 കിട്ടുമ്പോൾ 15, അല്ലെങ്കിൽ 1000 കിട്ടുമ്പോൾ 15,500 ചിലവാന്ന്. അത് യാതൊരു തർക്കമില്ല. ഇത് വൈസ് ആക്കണം. 1500 കിട്ടുകയും 1000 ചെലവാക്കുകയും പോകുന്ന അവസ്ഥയിലേക്ക് മാറണം. സോ ഇറ്റ്സ് ഓൺലി 3-4 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇതിൽ ഈക്വലായി നിർത്താനായിട്ട്, ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് യു ഷുഡ് എന്താ പറയാ, നിങ്ങൾ ആദ്യം നെഗറ്റിവിറ്റി നിർത്തണം. ഫസ്റ്റ് തിങ്സ് എഴുതി വെച്ചോളൂ. പണവുമായിട്ടുള്ള എല്ലാ നെഗറ്റീവ് തോട്ട്സും നിങ്ങൾ ഇന്നു മുതൽ നിർത്തണം. മാറണമെന്ന് ആഗ്രഹമുണ്ടോ? രമയ്ക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട്, പെണ്ണെടുക്കൂ. മാറണമെങ്കിൽ ഒന്നാമത് നെഗറ്റിവിറ്റി നിർത്തണം. ഇല്ല, അല്ല, പറ്റില്ല, വന്നില്ല എന്നുള്ള ഒരു കാര്യവും പറയാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, നന്ദിയുണ്ട് പറയുക. താങ്ക് യു. രാവിലെ ഇപ്പൊ ഞങ്ങൾ അഫർമേഷൻ മെഡിറ്റേഷൻ ചെയ്യുന്നവര് രാവിലെ അരമണിക്കൂർ കൊണ്ട് മിനിമം 45 പ്രാവശ്യമെങ്കിലും നന്ദി പറയുന്നു അല്ലേ? എല്ലാവരും 45 പ്രാവശ്യം മിനിമം രാവിലെ നന്ദി പറയുന്നു, അരമണിക്കൂർ സമയത്ത്. എന്നിട്ട് ഞാൻ എന്നോട് പറയും വീണ്ടും പറയാനായിട്ട് പറയും. നന്ദി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ സംഭവം ഒന്നുമല്ല കേട്ടോ. ഇതൊരു വലിയ വെപ്പണാണ് സാധനം, വെപ്പണാണ്. അതുകൊണ്ട് ഇങ്ങനെ പുഞ്ചിരിക്കണമെങ്കിലുണ്ടല്ലോ, നന്ദി
നിറഞ്ഞു നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പുഞ്ചിരിക്കാൻ പറ്റില്ല, പറ്റൂല അത്ര. യെസ്, താങ്ക് യു. അപ്പോ രണ്ട് കാര്യങ്ങളായി. ഇനിയിപ്പോ നീ എന്താ മൂന്നാമത്തെ പെണ്ണു? മൂന്നാമത്തെ ഒരു ടൂളും കൂടിയുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ പണ്ടൊരു കഥ പറഞ്ഞിരുന്നു ഞാൻ, ഒരാൾ മലകേറിപ്പോയ കഥ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? മലകേറി പോകുമ്പോൾ രണ്ട് സാധനം കൊണ്ടുപോയി വൃദ്ധന്റെ കഥ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? വീണ്ടും പറയണോ ഞാൻ ആ കഥ? എന്റെ പുസ്തകത്തിൽ ഷാബു കിളിത്തട്ടിൽ എഴുതിയ ഒരു പാട്ട് ഫസ്റ്റത്തെ ആമുഖത്തിൽ ഒരു കഥ പറയുന്നുണ്ട്, ഓർമ്മയുണ്ടല്ലേ? യെസ്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ, യെസ്. ബന്ധാരം പേര് നടക്കണോ? ഇന്നലെയോ നിങ്ങളെ പൈസ ഒരുപാട് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. നഷ്ടപ്പെട്ടവരെ ഞാൻ പറയുന്നില്ല, നഷ്ടപ്പെട്ടിട്ടില്ല, ശരിക്കും പറഞ്ഞാൽ അതൊരു തോന്നലാണ്. എങ്കിലും നഷ്ടപ്പെട്ടവരുണ്ടെന്ന് കരുതിക്കോ. വാട്ട് യു ഡു ഇറ്റ്, യു ക്യാൻ ടേക്ക് ഇറ്റ് ബാക്ക്. ഫൊർഗീവ്നെസ് എന്ന് പറയുന്ന ടൂൾ, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫൊർഗീവ്നെസ്. വിട്ടുകൊടുക്കൂ. നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവും മറ്റു പലരും. നിങ്ങളുടെ പൈസ മുഴുവൻ ഒരാൾ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. നിങ്ങളെ പാർട്ട്ണർ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവാം. നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പൈസ തന്നിട്ടുണ്ടാവില്ല, അല്ലേ? കിട്ടാൻ സ്വത്ത് കുടുംബ ഓഹരി വെക്കുമ്പോ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ വസ്തു തന്നിട്ടുണ്ടാവില്ല. കല്യാണം കഴിച്ചു വരുമ്പോ ഭാര്യയ്ക്ക് സ്ത്രീധനം തരാമെന്ന് പറഞ്ഞ പൈസ അമ്മായിയപ്പം തന്നിട്ടുണ്ടാവില്ല. നിങ്ങളിൽ ഉണ്ടല്ലോ അല്ലെ പേറി നിൽക്കുന്ന 55 വർഷം എന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഒരു കപ്പിൾസ്, ഒരു ഫാമിലി എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് ഒരു ഇതിന് സംസാരിക്കാൻ വന്നു. പുള്ളി റിട്ടയർഡ് ഒരു ഗവൺമെന്റ് ഓഫീസറാണ്. അവർ രണ്ടുപേരും അതെ ഗസറ്റഡ് ഓഫീസർ, രണ്ടും ഗസറ്റഡ് ഓഫീസറാണ്. നല്ല ഗസറ്റഡ് ഓഫീസർ, നല്ല ശമ്പളത്തിൽ റിട്ടയർഡായ, 1,00,000 മുകളിൽ ശമ്പളത്തിൽ റിട്ടയർഡായ രണ്ടുപേരുമാണ്. ഭയങ്കര അടി. വിഷയം അന്ന് ചോദിച്ചപ്പോ, എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോ, പണ്ട് കല്യാണം കഴിക്കുന്ന സമയത്ത് പ്രോമിസ് ചെയ്ത സ്ത്രീധനം ഇപ്പോഴും തന്നിട്ടില്ല. അവര് കുടുംബം മക്കളൊക്കെ കല്യാണം കഴിച്ചു പോയി സെറ്റിലായ. രണ്ട് മക്കള് US-ലാണ്, ഒരാള് നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ നല്ലൊരു ഗവൺമെന്റ് ഓഫീസറാണ്. വിഷയം ഇത്രയേ ഉള്ളൂ, പ്രോമിസ് ചെയ്ത പണം സ്ത്രീധനം അന്നത്തെ കാലത്ത് കൊടുത്തിട്ടില്ല. എന്തെങ്കിലും ഉണ്ടാവോ പറയാൻ? അത്രയും പേര് നിൽക്കുകയാണ് ഈ സാധനത്തെ. അപ്പൊ ഫൊർഗീവ്നെസ് എന്ന് പറയുന്ന ടൂൾ, ഇപ്പൊ 3 ടൂളായി പറഞ്ഞോട് അല്ലെ. ഫൊർഗീവ്നെസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പോയിക്കണം. വിട്ടുകൊടുക്കുക. കഴിഞ്ഞതിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളേ അല്ല, ഒന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളത്തേക്കുള്ള ശുഭാപ്തി വിശ്വാസം മാത്രമായിരിക്കണം മുതൽക്കൂട്ടായി ഉണ്ടാവുക. നാളെ എനിക്ക് വരാനിരിക്കുന്ന കാശിനെ പറ്റിയിട്ട്, നാളെ എനിക്ക് കിട്ടാനുള്ള പണത്തെ പറ്റിയിട്ട് ശുഭാപ്തി വിശ്വാസം മാത്രമായിരിക്കണം മുതൽക്കൂട്ടുണ്ടാവേണ്ടത്. ഈ ഒരൊറ്റ ചിന്ത മതി. അപ്പോൾ നമുക്ക് എന്ത് ചിന്ത എന്തിനാണ് ഉണ്ടാവുക? നമ്മുടെ ബ്രെയിൻ മൊത്തം ഫങ്ഷൻ മൊത്തം ഒരു കാര്യത്തിലേക്ക് വരും. അതിന് പറയുന്ന പേരാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ശ്രദ്ധ ചെലുത്തുക, ശ്രദ്ധയിലൂന്നുക. പക്ഷെ ഇത് സാധ്യമാവണമെങ്കിൽ, ഇന്നലെ എൻ്റെ ഭാര്യ എന്നോട് പറയുണ്ടായി, കുറച്ച് ദിവസമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ചിന്തകളാണ് വരുന്നത്, എന്താണെന്നറിയില്ല. ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. അതിന് പല ബയോളജിക്കൽ ഇതുമുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് സാധ്യമാവണമെങ്കിൽ നമ്മുടെ മൈൻഡിനെ നമ്മൾ സ്വയം കൂളാക്കി ഒരു കൂളറിൽ കൊണ്ടുവയ്ക്കണം. നമ്മളിലൊരു AC ഫിറ്റാക്കണം. ഇല്ലെങ്കിൽ അത് വർക്കില്ല. തിളച്ച് നിൽക്കുന്ന എണ്ണയിലേക്ക് എന്തിട്ടാലും പൊരിയും അല്ലേ? അപ്പോൾ തിളച്ച് നിൽക്കുന്ന എണ്ണയാവാതെ, നമ്മൾ അകം തിളച്ച് നിൽക്കുന്ന എണ്ണയാവാതെ തണുത്ത എണ്ണയാക്കി മാറ്റണം. അപ്പൊ പിന്നെ ഒന്നും അതിൽ കൊണ്ടുവച്ചാൽ നഷ്ടപ്പെടില്ല. ഇതിന് നമുക്ക് ചെയ്യേണ്ട കുറച്ച് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ചെയ്താൽ മാത്രമേ, ഇതിങ്ങനെ വായി കൊണ്ട് പറഞ്ഞാൽ ഒന്നും മാറില്ല, ഒന്നും മാറ്റാൻ പറ്റൂല. ഞാനിങ്ങനെ നിരന്തരം എല്ലാ ദിവസവും ക്ലാസ് എടുക്കാം, 365 ദിവസവും ക്ലാസ് എടുക്കാം, നിങ്ങൾ കേട്ടിരിക്കുക. പക്ഷെ ഇന്നലെ പറഞ്ഞു നമ്മൾ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? ഒരു കർമ്മയുടെ കാര്യം പറഞ്ഞില്ല അല്ലേ? കൺസിസ്റ്റൻസി ആൻഡ് കർമ്മ. നമ്മൾ പഠിച്ചത്, നമ്മൾ അറിഞ്ഞതിനെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് എന്താണോ കിട്ടിയത് അതിനെ, അല്ലേ? പാൽ എടുക്കുമ്പോൾ ആദ്യം തേങ്ങ എടുക്കണം, അതിനെ പൊതിക്കണം,
ചിരകണം, എന്നിട്ട് കിട്ടുന്ന തേങ്ങയിൽ നിന്നും അതിൻ്റെ എണ്ണ എടുക്കണം അല്ലേ? എണ്ണയ്ക്കാണ് പ്രാധാന്യം. വെറുതെ തേങ്ങ കൊണ്ടുവച്ച എണ്ണ കിട്ടുമോ? അപ്പൊ ആ എടുക്കുന്ന പ്രക്രിയയാണ് ഒരു പ്രോസസ്സ്. അത് നല്ല രീതിയിൽ ചതഞ്ഞ് അരിഞ്ഞ് കൃത്യമായി എടുത്താൽ നല്ല എണ്ണ കിട്ടും. പിന്നെ ആ എണ്ണ ഭയങ്കര സ്മൂത്താണ് അല്ലേ? പിന്നെ ആ എണ്ണ സൂപ്പറായിട്ട് പൊക്കോളും, എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ നമ്മളെ പാകപ്പെടുത്തി എടുത്താൽ, ആ ട്രാക്കിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് കിടിലമായി പോകും. ആര് റെഡി? ഇത് എത്ര പേര് റെഡിയാണ് ഈ പറഞ്ഞ കഥ? സാറേ ഞാൻ എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്. എത്ര പേർ റെഡിയാണ് എഫേർട്ട് എടുക്കാതെ കിട്ടും? നിങ്ങൾ ആരും വിചാരിക്കും ദയവ് ചെയ്ത് ദിനേശ് സാറിൻ്റെ ഒരു മാജിക്ക് നിങ്ങൾക്ക് തരാനില്ല കേട്ടോ. എനിക്ക് ഈ സിസ്റ്റം പഠിപ്പിച്ചു തരാനേ പറ്റുള്ളൂ. ഒരു മാജിക്കും എൻ്റെ കയ്യിൽ തരാനില്ല. അങ്ങനെ ആരെങ്കിലും പ്രോമിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, അങ്ങനെ ഒന്നും പറ്റില്ല. കാരണം ഈ ശരീരം അങ്ങനെ എടുക്കില്ല, ഈ സാധനത്തെ, ഈ മനസ്സ് അങ്ങനെ എടുക്കില്ല. ഒരു പുസ്തകം വായിച്ചതുകൊണ്ട് പെട്ടെന്ന് മാറിക്കളയാന്നോ, ഒരു ദിനേശ് സാറിൻ്റെ അടുത്ത് വന്ന് നാളെ സുപ്രഭാതത്തിൽ, അങ്ങനെയൊന്നും അല്ല ഇത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വർക്ക് ചെയ്യണം ദൈവത്തിന് എന്തൊക്കെ ചെയ്യാം, ദൈവദൂതന്മാർക്ക് എന്തൊക്കെ ചെയ്യാം അല്ലേ? എല്ലാ ദൈവദൂതന്മാരും മനുഷ്യരെ നമ്മളെ നന്നാക്കി എടുക്കാനായിട്ട് വളരെ കുറച്ച് ആൾക്കാരെ റെഡിയുള്ളൂ കേട്ടോ. എഫേർട്ട് എടുക്കാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ തയ്യാറുള്ളൂ. ബാക്കിയുള്ളവരെന്താ, ഇത് വേണ്ടാന്നാണോ, കാശ് വേണ്ടാന്നാണോ, അല്ല റെഡി അല്ല എന്നാണോ? റെഡി ആവണം കേട്ടോ. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ റെഡി അല്ലേ? യെസ് സതീഷ്, ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ അങ്ങനെ മാറ്റപ്പെടുത്താൻ ഇപ്പോൾ എന്താണ് യേശു ക്രിസ്തു ചെയ്തത്? ഇത്രയും ദൈവത്തിന് പുത്രനായി വന്നിട്ടും എല്ലാ യാതനകളും അനുഭവിച്ച് ഒരു സമൂഹത്തിന് കാണിച്ചു കൊടുത്താണ് ഇങ്ങനെയാണ് ജീവിതത്തെ മാറ്റിയെടുക്കേണ്ടത്, ഇങ്ങനെയാണ്. എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായി ആരാധിക്കുന്ന ഒരു മനുഷ്യനായി മാറണമെങ്കിൽ അത്രയും യാതനകൾ പുള്ളി ചെയ്തിട്ടുണ്ട്. റബുല്ലാറയും മുഹമ്മദ് നബി എന്താ ചെയ്തത്? ഇതുപോലെ, അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ പിടിച്ച് ആ സമൂഹത്തെ മൊത്തതാ നിങ്ങൾ എല്ലാവരും നല്ലവരായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ സമൂഹത്തെ മറ്റും നന്നാക്കി പിടിച്ചിട്ടുണ്ടോ? ശ്രീകൃഷ്ണൻ എന്താ ചെയ്തത്? സെയിം അല്ല. എല്ലാം മനുഷ്യൻ അനുഭവിക്കേണ്ട എല്ലാ അനുഭവങ്ങളും നമ്മൾ അനുഭവിക്കണം, അല്ലെങ്കിൽ രസമില്ലെന്നേ. മനുഷ്യൻ, സദ്ഗുരു പറയുന്നവർ എപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട് അല്ലേ, ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ എ സൂപ്പർ ഹ്യൂമൻ, ജസ്റ്റ് ആൻ ഹ്യൂമൻ. ഹ്യൂമൻ മാത്രമായിരിക്കണം നമ്മൾ. സൂപ്പർ ഹ്യൂമൻ ആയാലും ഒരു രസം ഉണ്ടാവില്ല, അവർക്ക് ജീവിതത്തിൽ ഒരു സുഖം ഉണ്ടാവില്ല, രസം ഉണ്ടാവില്ലെന്ന്. ആർക്കെങ്കിലും സൂപ്പർ ഹ്യൂമൻ ആവണം ഇവിടെ? അപ്പൊ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളെ പാകപ്പെടുത്താൻ നിങ്ങൾക്ക് റെഡിയാണെങ്കിൽ, നിങ്ങൾ സ്വയം റെഡിയാണെങ്കിൽ, മാനിഫെസ്റ്റേഷൻ കോഴ്സ്, മണി മാനിഫെസ്റ്റേഷൻ ഓർ മാനിഫെസ്റ്റേഷൻ എനിത്തിങ്, ദാറ്റ്സ് ഫോർ യു. നിങ്ങൾക്ക് റെഡിയാണെന്ന് പറഞ്ഞാൽ റെഡി എന്ന് കമൻറ്റ് നിങ്ങൾ പറഞ്ഞ എത്രയും ആൾക്കാർ നിങ്ങൾക്ക് വരാം, പഠിക്കാം, ക്ലാസ്സിനെ പറ്റി കാര്യങ്ങൾ പഠിക്കാം. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന എത്ര ആ കോഴ്സിനൊരു പ്രത്യേകതയുണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും മറന്നവർക്ക് എല്ലാം ചോദിക്കുന്നുണ്ട് പറയാണ്. ഈ കോഴ്സിനൊരു പ്രത്യേകതയുണ്ട്. ഇത് 1 മാസമോ 2 മാസമോ 3 മാസമോ 4 മാസമോ തീരുന്നൊരു കോഴ്സ് അല്ല, അങ്ങനെ ഒരു പ്രോഗ്രാം അല്ല. ഇതിൻ്റെ പരിപാടി നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുന്നത് വരെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുന്നുള്ളതാണ്. അതിനാണ് നിങ്ങൾ പേ ചെയ്യുന്നത്. അല്ലാതെ ജസ്റ്റ് വരൂ, കുറച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യൂ, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന പ്രോമിസ് കാര്യം ഹാപ്പിനെസ് മാസ്റ്ററി ഹബിലില്ല, ഒരു കോഴ്സിനും ഇല്ല കേട്ടോ. ഈ കോഴ്സിനുള്ള ഒരു കോഴ്സിനും ഇല്ല. 20 ഡേയ്സ് പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾ പോയിക്കോളൂ, 30 ഡേയ്സ് പ്രോഗ്രാം കഴിഞ്ഞ് പോയിക്കോളൂ, 6 മാസത്തെ പ്രോഗ്രാം കഴിഞ്ഞ് പോയിക്കോളൂ. അങ്ങനെ ഒരു പരിപാടിയില്ല. കണ്ടിന്യൂസ് ഓഫ് ഫ്ലോപ്പാണ്. നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിലും കോഴ്സ് റിപ്പീറ്റ് ചെയ്യാം, എത്ര പ്രാവശ്യം വേണമെങ്കിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം, ഒരു വിഷയം. പക്ഷെ അത് നമ്മളൊരു സിസ്റ്റം പറഞ്ഞ് ഇന്ന പോർഷൻ ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾ കവർ ചെയ്തിരിക്കണം, അത് നിർബന്ധമാണ്. ആ കവർ ചെയ്യുന്ന എത്ര ഞങ്ങൾ പിറകെ കൂടും. കേട്ടോ, പഠിച്ചോ, അറിഞ്ഞോ, മനസ്സിലാക്കിയോ, എന്തായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡ്മിൻ നിങ്ങളുടെ പിറകെ ഉണ്ടാവും. ഇങ്ങനെയാണ് ഞങ്ങൾ പഠിപ്പിക്കുക. ഞാനിപ്പോഴും രാവിലെ മെഡിറ്റേഷൻ വരാത്ത ആളെ, അഫർമേഷൻ വരാത്ത ആളെ രാവിലെ എൻ്റെ ഫോൺ എടുത്തിട്ട് ഞാൻ വിളിക്കും, ഇവിടെ ആളെവിടെ, വരൂ, കയറി വരൂ. എനിക്ക് വിളിക്കേണ്ട ആവശ്യമില്ല, എനിക്കിവിടെ വന്നിട്ട് പറഞ്ഞു പോയാൽ. പക്ഷെ അതല്ല, റിസൾട്ട് വേണം. ഇതാണ് എൻ്റെ പർപ്പസ്. അതാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് റിസൾട്ട് തരാനാണ്. അതിനാണ് നിങ്ങൾ എനിക്ക് പേ ചെയ്യുന്നത്. ആ പേയ്മെൻറ്റ് 100% ആത്മാർത്ഥയോടെ ചെയ്തിരിക്കും. പിന്നെ നിങ്ങൾ വിട്ടിറങ്ങി പോകുന്നത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. എനിക്ക് പിടിച്ചു വന്ന് പണ്ടത്തെ പോലെ ഇപ്പം പറ്റില്ലല്ലോ അല്ലേ? പണ്ടത്തെ പള്ളിക്കൂടത്തിലാണ് നമ്മളൊക്കെ ചെവി പിടിച്ചിട്ടൊക്കെ കൊണ്ടുവരുന്നു, ഇന്ന് പറ്റില്ല. കോഴ്സ് ഡീറ്റെയിൽസ് ആണ് റിജി സാർ പറയുന്നത്.
ഇങ്ങനെയാണ് ഈ കോഴ്സ് പോകുന്നത്. ഇതിനകത്ത് 30 ഡേയ്സ് കണ്ടിന്യൂസ് പ്രോഗ്രാമാണ് ഈ ഒരു കോഴ്സ്. പക്ഷേ 30 ഡേയ്സ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് സബ് പ്രോഗ്രാംസും ഉണ്ട്. അതുകൊണ്ട് 30 ഡേയ്സ് സാധാരണ കവർ ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മൾ മണി മാനിഫെസ്റ്റേഷൻ വരുന്ന ആൾക്ക് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കോഴ്സും കൂടി കൊടുക്കും. കാരണം അത് മനസ്സിനെ പാകപ്പെടുത്തി അത് ഓരോ ആളെയും ചൂസ് ചെയ്തിട്ടാണ് തീരുമാനിക്കുക. ഞാൻ ഓരോ ആളെയും പേഴ്സണൽ പ്രോഗ്രാം എടുത്തിട്ട് സംസാരിച്ചിട്ട് അവരുടെ ഡെപ്ത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഏതൊക്കെ വേണം എന്ന രീതിയിൽ തീരുമാനിക്കുക. എമൗണ്ട് മണി മാനിഫെസ്റ്റേഷന് മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ കാര്യങ്ങളും ഏതൊക്കെ കോഡിൽ നിങ്ങൾ ഡൈവേർട്ട് ചെയ്യണം, നിങ്ങൾ ഏതൊക്കെ ദിനചര്യകൾ ഫോളോ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ കൃത്യമായി 1 to 1 ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് ഓരോ ആളെയും വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നോക്കും. സൺഡേ നാളത്തും കുറേ ആൾക്കാരുണ്ട്. ഒരു ഹാപ്പി ന്യൂസും കൂടി പറയാണ്ട്, അത് പറയാൻ വിട്ടുപോയി. ഹാപ്പി ന്യൂസും കൂടി പറയാണ്ട്, എനിക്ക് പോലും ചിന്തിക്കാത്തത്രയും ഞാൻ പോലും പ്ലാൻ ചെയ്യാത്തത്രയും ആൾക്കാരാണ് ഇപ്പം തന്നെ മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അത്രയും വിശ്വാസത്തിൽ വന്ന് എമൗണ്ട് ഒക്കെ പേ ചെയ്ത് റെഡിയായി നിൽക്കുന്ന ആൾക്കാരാണ്. മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് ഓൾറെഡി നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ല. കാരണം ഓരോ ആൾക്കുമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു ഡേറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടതല്ല, എപ്പോൾ വരാം. പക്ഷേ ഞാൻ ഇത്ര ആളെ എടുക്കുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ഒരു കോഴ്സിൽ, ഒരു ടേം ഓഫ് കോഴ്സിൽ. സത്യം പറയാം, എനിക്ക് പോലും വിശ്വസിക്കുന്നത് ഇപ്പോഴും ഞാൻ വിശ്വസിച്ച് എത്രയും ആൾ എനിക്ക് പേയ്മെൻറ്റ് ചെയ്തോന്ന് എനിക്ക് വിശ്വാസമായില്ല. അത്രയും റിസൾട്ടാണ് ആൾക്കാർ പറഞ്ഞത്. അതുകൊണ്ട് 100% റിസൾട്ടാണ്. ഇനി വളരെ ചെറിയ കുറച്ച് സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. മണി കൃത്യമായി നിങ്ങൾക്ക് പൈസ കൊടുത്ത് മാത്രമേ ഇത് ചെയ്യാവൂ എന്നുള്ളതുണ്ട്. ഇന്നലെ വേറൊരു സംഭവം കൂടി ഞാൻ പറയാം. ഇത് വളരെ താല്പര്യപ്പെട്ടിട്ട് ഒരു സ്റ്റുഡൻറ്റ് പൈസ അയച്ചു തന്നു. പൈസ അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഒരു ദിവസം 2 ദിവസമായി പറയണം അയക്കാമെന്ന് പറഞ്ഞു. അയച്ചു, ഒരു ദിവസം ലേറ്റായിട്ട് അയച്ചിട്ട് എന്നോട്, സാറേ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പെട്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ കടം തന്നു, ആ കടം തന്ന പൈസയാണ് ഞാൻ അയച്ചത്, സാറിന് കിട്ടിയല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ കടം മേടിച്ചിട്ടാണ് തന്നത്? അതെ സാറേ, ഞാൻ കടം മേടിച്ചു തന്നു. ഞാൻ തൊട്ട് നിമിഷത്തിൽ പറഞ്ഞു, നിങ്ങൾ എത്രയാണ് കടം മേടിച്ചത്? പറഞ്ഞു, ഫുൾ എമൗണ്ട് അല്ല, ഹാഫ് എമൗണ്ട് കടം മേടിച്ചത്. തിരിച്ച് ഞാൻ ആ വാട്സപ്പ് നമ്പർ മേടിച്ചിട്ട് കടം മേടിച്ച എമൗണ്ട് തിരിച്ചയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, കടം മേടിച്ചിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ വരരുത്, ഇത് വർക്ക് ചെയ്യില്ല, അതാവശ്യമില്ല. നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ കോഴ്സ് വിൽക്കാനല്ല എൻ്റെ ഉദ്ദേശം. മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടണമെങ്കിൽ നിങ്ങൾ അകത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരണം. ഇത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ കോഴ്സിന് വന്നിട്ട് ദിനേശ് സാറിന് റിസൾട്ട് തരാൻ പറ്റില്ല. നിങ്ങളിനകത്താണ് മാറ്റപ്പെടുത്തേണ്ടത്. അത് ഞാനിവിടുന്ന് ക്യാപ്സൂളാക്കി തന്ന നിങ്ങൾ അവിടെ മാറ്റാത്തിടത്തോളം കാലം ഒന്നും റിസൾട്ട് കിട്ടില്ല. അപ്പോൾ പറയും, ദിനേശ് സാറിന്റെ മാനിഫെസ്റ്റേഷൻ കോഴ്സ് പോയിട്ട് എനിക്ക് ഒരു ഗുണവും കിട്ടിയില്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അങ്ങനെ ചെയ്യരുത്, ദയവ് ചെയ്ത് ചെയ്യരുത്. നിങ്ങൾക്ക് റിസൾട്ട് വേണമെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടുക. ഇപ്പോൾ പൈസ ഇല്ല നിങ്ങൾക്ക് കോഴ്സിന് ചേരാമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കും. എന്നിട്ട് എന്നോട് പറയൂ, ഇന്ന് ഇൻറ്റൻഷനാണ് സാറേ എനിക്ക് ഈ കോഴ്സിന് വരാനുള്ളത്, എനിക്ക് പോകേണ്ടത് അതിലേക്കാണ്, എങ്ങനെ ഞാൻ ഇതിലേക്ക് എത്തും? ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് എടുത്തോളൂ നിങ്ങൾ, അതിലൂടെ നമുക്ക് അതിലേക്ക് പോകാം. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ സെറ്റ് ചെയ്തിട്ട് മാനിഫെസ്റ്റേഷന് വേണ്ട തുക നിങ്ങൾക്ക് ആവുന്ന വരെ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തോളൂ. ഇത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. എനിക്ക് ഇത്രയും പറഞ്ഞിട്ട് പോകുന്നല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾ മണി മാനിഫെസ്റ്റേഷൻ വേണോ? എമൗണ്ട് കൂടുതലാണ്, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ എടുത്തോളൂ, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യൂ. മണി മാനിഫെസ്റ്റേഷന് വേണ്ട പൈസ വരാനായിട്ട് വന്നിരിക്കും. എന്നിട്ട് മാത്രം നിങ്ങൾ വന്നാൽ മതി. ഇതേക്കുള്ള നന്നായിട്ടൊരു ഒരു മെന്ററിന് പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ പോയിന്റ് ഇങ്ങനെയാണ്, നമ്മൾ എപ്പോഴും മൂല്യവത്തായിരിക്കണം കാര്യങ്ങൾ. ഞാൻ ഈ മണി മാനിഫെസ്റ്റേഷൻ വളരെ ഫണ്ടമെന്റൽ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും സ്വയം മൂല്യവത്വമായിരിക്കണം നമ്മുടെ കാര്യങ്ങൾ. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്കൊരു വാല്യൂ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ മണി നമ്മളിലേക്ക് എത്തുകയുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? മണി എത്തുന്നതിനേക്കാളും വലിയ മൂല്യം നമ്മളിൽ ഉണ്ടാവണം. എന്തറിയാമോ? എത്രയാണോ നമുക്ക് മണി വേണ്ടത്, ആ മണിനേക്കാളും വലിയ മൂല്യത്തിലായിരിക്കും നമ്മൾ നിൽക്കേണ്ടത്. മനസ്സിലായോ? 1 കോടി വേണമെന്ന് ചിന്തിക്കുന്നയാൾ 1 കോടി കൂടുതലുള്ള വാല്യൂ സ്വന്തമായി ഉണ്ടാക്കണം, അവനിൽ അത് ഉണ്ടാവണം. അപ്പൊ എന്തൊക്കെ മാറണം? എങ്ങനെയാണ് ഒരാളുടെ വാല്യൂ കൂടുക? ഞാനിപ്പോ ഇതൊക്കെ വന്നിട്ട് ഇട്ടിങ്ങനെ ഇരുന്നിരിക്കുമ്പോൾ എന്റെ വാല്യൂ കൂടിയിട്ടില്ല നിങ്ങളെ മുമ്പിൽ? കൂടിയിട്ടുണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്ത്.
ഉണ്ടോ ഇല്ലയോ? ഞാനിപ്പോ ഇങ്ങനെ വന്ന് ഈ മൈക്കൊക്കെ വെച്ച് പുഞ്ചിരിച്ച് നല്ല സുന്ദരനായി പുഞ്ചിരിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ കൊട്ടക്കെട്ടിട്ട് എന്റെ വാല്യൂ കൂടിയിട്ടുണ്ടോ ഇല്ലയോ? കുറച്ച് കഴിയുമ്പോഴോ ഇങ്ങനെ ആയിരിക്കും എന്റെ വാല്യൂ. ഇങ്ങനെയാണ്, അപ്പിയറൻസ് ആണ് നമ്മുടെ വാല്യൂ കൂട്ടുന്ന സാധനം. ഇത് വന്നിട്ട് ഇവിടെ ഇട്ടിരിക്കുമ്പോൾ ഞാൻ എന്നെ കണ്ടുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴല്ലോ എനിക്ക് കിട്ടുന്ന ഒരു കോൺഫിഡന്റ് ഉണ്ട്. ഇതാണ് എന്റെ വാല്യൂ. ഈ വാല്യൂ ഞാൻ സെറ്റ് ചെയ്തപ്പോൾ മാത്രമേ നിങ്ങൾ എനിക്ക് പൈസ തരുള്ളൂ, അല്ലാതെ നിങ്ങൾ എനിക്ക് തരില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ആ ഓക്കെ അങ്ങനെയാ ശരി നിങ്ങൾക്ക് നടക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് 2000 രൂപ തരുമോ? ഒരു കോഴ്സിന് 1000 രൂപ തരുമോ? 500 രൂപ തരുമോ? തരില്ല, തരില്ല. അങ്ങനെ സംഭവിക്കാറില്ല. നിങ്ങൾ വലിയ സൂപ്പർ മാർക്കറ്റിൽ, വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങിക്കുന്ന സാധനം 100 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം നിങ്ങൾ തൊട്ടടുത്ത ഷോപ്പിൽ ചിലപ്പോൾ 50 രൂപയ്ക്ക് ഉണ്ടാവും. നിങ്ങൾ അവിടെ 50 രൂപ കൊടുക്കുമ്പോൾ പറയും ഇത്രയൊക്കെ വേണോ, ഇത് കൂടുതലല്ലേ എന്ന് പറയും അല്ലേ? മനുഷ്യ സഹജമാണ് ഈ സംഭവം. അപ്പോൾ നമ്മളുടെ വാല്യൂ, എങ്ങനെയാണ് വാല്യൂ കൂട്ടുക? വി ഷുഡ് നോ ദാറ്റ് വാട്ട് ഐ ആം, നമ്മളിൽ എന്താ ഉള്ളത് എന്നറിയണം. ഇല്ലാത്തത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ വാല്യൂ എൻ്റെ ഇല്ല, സോ വി ഹാവ് ടു മേക്ക് ഇറ്റ്. ഇതിനാണ് പറയുന്നത് കൺസിസ്റ്റൻസി ഓഫ് ലേണിംഗ് അല്ലേ? ഞാൻ ലേണിങ്ങിനെ പറ്റി എപ്പോഴും പറയാറുണ്ട്. ലേണിംഗ്, അങ്ങനെ നമ്മൾ സ്വയം മൂല്യവും അർഹതയുള്ള ആളായി മാറണം. ഇതൊരു പോർഷൻ തന്നെ മണി മാനിഫെസ്റ്റേഷൻ പഠിപ്പിക്കുന്നത് ഒരു പോർഷനാണ്. ഏകദേശം 5-6 ദിവസം ഇരുന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട സാധനം. മൂല്യം കൂട്ടുക, അർഹതയുള്ളവനാണ് അംഗീകരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1 കോടി പറയുമ്പോൾ ആ 1 കോടി നമുക്കുള്ള അർഹതയുണ്ടോ നമുക്ക് അറിയണം അല്ലേ? ഇതാണ് വളരെ കൃത്യമായിട്ടുള്ള, എനിക്ക് തോന്നുന്നത്. നിങ്ങൾ രണ്ടും കുറേ ആൾക്കാർ ചോദിച്ച മണി മാനിഫെസ്റ്റേഷൻ എൻക്വയറി ചെയ്ത് അഡ്മിൻ ഒന്ന് അവരെ നമ്പർ ഒന്ന് നിങ്ങളുടെ നമ്പർ ഇന്നലെ ഇട്ടിരുന്നു. നിങ്ങൾ ഇന്നലെയുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്തിരുന്നു. ആ നമ്പറിലേക്ക് ഒന്ന്, നമ്മളൊരു വാട്സപ്പ് നമ്പർ നമ്മൾ അഡ്മിൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക അവരെ. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസും എമൗണ്ടും ഒക്കെ നിങ്ങളോട് സംസാരിക്കും. എമൗണ്ട് സംസാരിക്കുന്നത് നേരിട്ട് നിങ്ങൾ കറക്റ്റ് നിങ്ങൾ റിയൽ ആയിട്ട് വേണ്ട ഒരാളാണെങ്കിൽ എമൗണ്ട് ഞാനായിരിക്കും സംസാരിക്കുക. കാരണം നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ അലൈൻമെന്റ്സ് എനിക്ക് അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങളോട് വരാൻ പറയാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കോഴ്സുകൾ റെക്കമെൻഡ് ചെയ്യേണ്ടി വരും. ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ള വ്യക്തമായി. കാരണം നമ്മൾ ടൈമും കൂടി നോക്കണം. അതുകൊണ്ട് ഇത്രയും ഞാൻ പറഞ്ഞു. ഇത് വളരെ ഡീപ്പായിട്ട് നമുക്ക് എല്ലാവരെ കൊണ്ടും പറ്റുന്നതാണ്. നമുക്ക് ഇപ്പോൾ പണിയിൽ നമുക്ക് ചിലപ്പോൾ വരുമാനം ഉണ്ടാവില്ല, ഇപ്പൊ നിലവിൽ വരുമാനം ഉണ്ടാവില്ല. പക്ഷെ നമ്മളിൽ ചില കഴിവുകൾ ഉണ്ടാവും. ഈ കഴിവുകളാണ് നമ്മുടെ വരുമാനം. അപ്പൊ ആ കഴിവുകളിൽ നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലെ? കഴിവുകളിലാണല്ലോ വരുമാനം ഉണ്ടാവും അല്ലെ? ചിലപ്പോൾ നിങ്ങൾക്ക് നിലവിലൊരു ജോലി ഉണ്ടാവും, പക്ഷെ പാസീവ് ഇൻകം ഉണ്ടാവില്ല. പാസീവ് ഇൻകത്തിന് നിങ്ങൾ സമയമുണ്ടെങ്കിൽ പാസീവ് ഇൻകത്തിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കുറേ ടെക്നിക്സുകൾ നമുക്ക് ആർക്കും ഛേദമില്ലാത്ത ടെക്നിക്സുകളിലൂടെ. പക്ഷെ ഒരു കാര്യം ഒന്നുകൂടി ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാൻ പോകുന്നു. നിങ്ങൾ ആരും ഒരു ഇൻവെസ്റ്റ്മെന്റും ചിന്തിക്കാതെ കൊണ്ടുപോയി ചെയ്യരുത്. ഞാൻ പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. ഞാൻ ഒരിക്കലും ഇന്ന സ്ഥലത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളോടും പറയില്ല. ഞാൻ കാര്യങ്ങൾ പഠിപ്പിച്ചു തരിക മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യത്തിലും ഞാൻ പബ്ലിക്കായിട്ട് പറയാണ്, ഒരാളോട് ഇന്നത് ചെയ്യൂ ഇന്നത് ചെയ്യുന്നതല്ല. നമ്മൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ കോഴ്സിൽ പഠിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് സാറ് പറഞ്ഞിട്ടാണ്. കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരി എന്നോട് പറഞ്ഞു, സാറേ ഓൺലൈൻ ഗെയിംസ് കളിച്ചിട്ട് എൻ്റെ 10 ലക്ഷത്തി സംതിങ് രൂപ പോയി, അത് തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ ഓൺലൈൻ ഗെയിംസ് നിങ്ങൾ കളിക്കാൻ പോയത്? അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾ എന്നോട് മെസ്സേജ് അയച്ച് പറഞ്ഞു വരുമാനം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോയി കളിച്ചു. ദയവ് ചെയ്ത് നിങ്ങളോടുള്ള റിക്വസ്റ്റ് ആണ്, ദയവ് ചെയ്ത് ഇത്തരം ചതിക്കൂട്ടിലൊന്നും പോയി വീഴരുത്. ഒരു സ്ഥലത്തും വീഴരുത്. നിങ്ങളിപ്പോൾ ഈ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മുടെ മണിയുടെ വാല്യൂ അറിയണം. സ്വെറ്റ് മണിയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമ്മൾ നല്ല രീതിയിൽ പാലിക്കണം. ഒരു സ്ഥലത്തും കൊണ്ടുപോയി കളിക്കരുത്. അങ്ങനെ മണി ഇരട്ടിപ്പിച്ചാൽ ആ മണിക്ക് ഒരു കാര്യമുണ്ട്, ആ മണിയൊന്നും സ്പിരിച്വൽ മണിയല്ല, അത് നമ്മളിൽ നിൽക്കില്ല. ഗാംബ്ലിംഗ് മണി ഒന്നും നമുക്ക് ഉപയോഗപ്രദമാവില്ല എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഗാംബ്ലിംഗ് മണിയിലേക്ക് പോവാതിരിക്കുക. കൃത്യമായി നമുക്ക് വരാനുള്ള മണി നമ്മളിലേക്ക് വരും. അതിന് പ്രവർത്തിച്ചാൽ മാത്രം മതി.
നിങ്ങൾ മനസ്സിനെ മാറ്റിയാൽ മതി. ഗാംബ്ലിങ്ങിൽ നിന്നും പോയിട്ട് മണി ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. കാര്യമില്ല, ഒരു അർത്ഥവുമില്ല. അത് ആരെങ്കിലും ഇനിയിപ്പോൾ ഈ ഞാനിത് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും എന്നോട് തെറി വിളിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ. സോറി, ഇത് സത്യസന്ധമായ കാര്യം, എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഞാൻ അതിന് വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. സത്യസന്ധമായി കാശുണ്ടാക്കുക, എന്നിട്ട് അത് സുഖമായി ജീവിക്കുക. ഇതാണ് നമ്മുടെ പോളിസി. അത് മാത്രമായിരിക്കണം ജീവിതത്തിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നമ്പർ കൊടുത്തിട്ടുണ്ട്, ബന്ധപ്പെട്ടുള്ള. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. അറിയാം, ഓർമ്മയുണ്ടല്ലോ? ഒന്ന് അല്ലേ, 3 കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ 3 കാര്യങ്ങൾ പാലിക്കുക. ഒന്ന്, നിങ്ങൾ ഉള്ളതിൽ നന്ദി പറയുക, മറക്കുകയും പൊറുക്കുകയും ചെയ്യുക, അല്ലേ? പിന്നെന്താണ് പറഞ്ഞത്? മണി ബൗൾ കൂട്ടുക, മണി കപ്പാസിറ്റി കൂട്ടുക. ആദ്യത്തെയാണ് മണി കപ്പാസിറ്റി കൂട്ടുക. പക്ഷെ അത് കൂട്ടണമെങ്കിൽ ഈ 2 സാധനം ചെയ്യണം: ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷൻസും, ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗീവ്നെസ്സും. അത് കഴിഞ്ഞ് നമ്മൾ സ്വന്തം മൂല്യം കൂട്ടുക, അല്ലേ? സ്വയം മൂല്യവും അർഹതയും കൂട്ടുക എന്നുള്ളത്. ഇത് മറക്കാതിരിക്കുക. പോയിന്റ് എഴുതി വെച്ചല്ലോ. ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, ആൻഡ് ലവ് യു ആൾ. Thank you, sir. Thank you. ഇനി ആർക്കെങ്കിലും sir. Sir, thank you so much. Thank you, sir. ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നു. നിങ്ങൾ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ